ഹലോ 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 മൈക്ക് ടെസ്റ്റ്. ഓക്കെ 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 ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ചൂര മീൻ അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ചൂര മീൻ അച്ചാർ ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളത് ഒരു 2 ചൂരയോളം എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇറച്ചി അതിൻ്റെ ഒരു 2.5 കിലോ മേലെ ഇറച്ചി ഉണ്ടായിരുന്നു, അതിൻ്റെ പീസ്. അപ്പോൾ അതിന് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്ത് വെക്കണം. അതാണ് ആദ്യത്തെ അതിൻ്റെ പ്രോസസ്സ് കേട്ടോ. ആദ്യം അതൊരു അരമണിക്കൂർ മാക്സിമം, മിനിമം നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മനസ്സിലായില്ലേ? ഒരു മണിക്കൂറായാലും വിരോധമില്ല. പിന്നെ നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയണത്, നമുക്കൊരു അര കിലോ വെളുത്തുള്ളി വേണം. പിന്നെ അതിലോട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഒരു 300 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 300 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മീനുണ്ടല്ലോ, അത് നമുക്ക് എണ്ണ നമ്മളത് ഏകദേശം ഒരു 3/4 ലിറ്ററോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 3/4 ലിറ്ററോളം എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിന് ഒരു നല്ല ഡ്രൈ ഇതിൽ തന്നെ നമുക്കത് കോരിയെടുക്കണം. ഇപ്പം ഞാൻ പറയുന്നത് ആഡിയോ കുറച്ചൊക്കെ ഇതുണ്ടാവും. അത് ആ ചിത്രത്തിലുള്ളത് പോലെ ആയിരിക്കില്ല പറയുന്നത്. നമ്മളത് നേരിട്ടുള്ള ഓഡിയോ ചെയ്യണം. അപ്പോൾ അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് മീനിൻ്റെ ബാക്കി എണ്ണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളി എണ്ണയാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വേറെ പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു കുറച്ച് ഇത് വേണം, എന്താണ്, കറുവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെളുത്തുള്ളി 1 കിലോ മുറിച്ച് വെച്ചതാണ്, നീളത്തിൽ അരിഞ്ഞ് വെച്ചത്, അതിട്ടിട്ടുണ്ട്. അതിട്ട് ഇളക്കണം. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതിൻ്റെ ഇതൊന്നും അളവൊന്നും പറഞ്ഞിട്ടില്ല, മല്ലിപ്പൊടിയും ഇതിൻ്റെയൊന്നും. അത് നമുക്ക് ആദ്യം അതിലോട്ട് മീനിലോട്ട് പിടിക്കേണ്ടതാണ് ഇട്ടത്. അതായത് മീനിലോട്ട് പിടിക്കേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെയാണ് നേരത്തെ മീനിൽ നമ്മൾ മിക്സ് ചെയ്തത്. ഇപ്പം നമ്മൾ എണ്ണയിലോട്ട് വെളുത്തുള്ളി തട്ടിയിട്ട് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് അതിലോട്ട് പിന്നെ ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചിയും കൂടെ അങ്ങ് ഇടുമ്പോൾ, ഞാൻ വൈഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഡിയോ ഞാനാണ് പറയുന്നത്. അപ്പോൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട് നമ്മളത്. പിന്നെ അതിലോട്ട് പച്ചമുളക് നമ്മൾ നേരത്തെ പറഞ്ഞില്ല കേട്ടോ. പച്ചമുളക് എത്രയുണ്ടാവും? പച്ചമുളക് ഒരു 100 ഗ്രാം പച്ചമുളക് ഇട്ടിരിക്കുന്നത്. 300 അല്ല, ഒരു 10 പീസ് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എണ്ണ ഉപയോഗിക്കണത് നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മളത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് കുറച്ച് കാലത്തേക്ക് പറഞ്ഞാൽ നമുക്ക് 1 വർഷം വരെ നമുക്ക് ശരിക്കും അത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നമ്മളത് വിനാഗിരി ഒഴിച്ചായിരുന്നു നേരത്തെ, മിക്സ് ചെയ്യുമ്പോൾ ഒഴിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ വിനാഗിരിയൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിലോട്ട് നമ്മളത് കുറച്ചും കൂടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും മൂപ്പിക്കുന്ന സമയത്ത് അതിലിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് അത്. പിന്നെ അതിലോട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് നമ്മളെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി നമ്മളൊരു നമ്മളൊരു 6-7 വലിയ സ്പൂണിനാണ്. നിങ്ങൾ ആ സ്പൂണ് കണ്ടിട്ടില്ല, അതന്നെ ഏകദേശം അത്രയും ഒരു 7 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി കേട്ടോ. അതിൽ പിന്നെ എരിവിനായിട്ട് നമുക്ക് ഇതിപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്നത് അത്ര എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ മുളക് പൊടി ഒരു 2 സ്പൂണോളം സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ എരിവൊക്കെ പിടിക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മളതിൻ്റെ ഗ്രേവിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഗ്രേവിയും ആ റെഡും കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂട്ടി ഇളക്കണം. ഇത് ശരിക്കും ചെയ്യുമ്പോൾ അത് താമസിക്കേണ്ട, അത് ശരിക്കും 1 മണിക്കൂർ മേലെ ആവുന്നുണ്ട്, നമുക്കായിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മളിതിൻ്റെ ചോരുമീൻ വാങ്ങിച്ചത് നമ്മൾ തിരുവനന്തപുരത്തായതുകൊണ്ട് വിഴിഞ്ഞത്ത് പോയിട്ട് ഒരു 2 ചോരുമീൻ അത്യാവശ്യം വലുപ്പമുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് തന്നെ അവർ വെട്ടിയെടുത്ത് ക്ലീൻ ചെയ്ത് തന്നു. ഇപ്പം നമ്മളിപ്പോൾ അതിലിട്ട് ഒഴിക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി നമുക്കൊരു 250 ml ശരിക്കും ഒഴിക്കണം. വിനാഗിരി ഒരു 250 ml ഒഴിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ വിനാഗിരി ഒഴിച്ചിട്ട് നല്ലോണം തിള വരുന്ന സമയത്തായിരിക്കണം പിന്നെ നമ്മുടെ പിന്നെ നേരത്തെ ഇതെന്താണ് ചുടുവെള്ളം അതിലോട്ട് നമ്മൾക്ക് കുറച്ച് ചുടുവെള്ളം കൂടെ നല്ല തിളപ്പിച്ച ചുടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 300 ml വെള്ളം അതിൽ പോട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് ഗ്രേവി കൂട്ടാനാണ് കേട്ടോ. അത് നമ്മൾ ഒഴിക്കാണ്ടിരുന്ന അത് അത്രയും മീൻ അച്ചാർ അത്ര പിന്നെ ഡ്രൈ ആയിട്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയാണ് കേട്ടോ അതിൽ ഇടുന്നത്. ഉലുവ നമുക്കൊരു സ്പൂൺ ഇടണം അല്ലേ. 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് കായപ്പൊടിയൊക്കെ ഇടുന്നത്. ഉലുവപ്പൊടി നമ്മളൊരു സ്പൂണോളം ഉലുവപ്പൊടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ് അതിലിടുന്നത്? കായപ്പൊടി അല്ലേ. കായപ്പൊടി 1 സ്പൂണോളം കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതിൽ 1 സ്പൂണ് കറക്റ്റ് കായപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കായപ്പൊടി. ഏകദേശം ഒരു 2.5-3 ഗ്രാം ഇറച്ചിയാണ് ഇതിൽ, ചൂരമീനിൻ്റെ ഇറച്ചിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഏകദേശം ഒരു അളവാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അത് പിന്നെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തോളണം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള പിന്നെ മീനിനെ അതിലോട്ട് ഇടണം കേട്ടോ. മീൻ അതിലോട്ടിട്ട് പിന്നെ അത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അതങ്ങ് തിളച്ചിട്ടേ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം മീൻ അച്ചാറിൻ്റെ ഒരു പരുവമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളത് ചെയ്യാൻ തുടങ്ങിയിട്ടും 1 മണിക്കൂർ മേലെ ആയിട്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല രുചിച്ചൊക്കെ നോക്കി. ഇതിൻ്റെ ഇടയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. നമുക്കിത് 1 വർഷത്തോളം. ഇപ്പോൾ ലാസ്റ്റ് ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് അതിൽ വെതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ അതിൻ്റെ ഇടയിൽ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലെ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇതുണ്ടെങ്കിലൊക്കെ തെറ്റ് ഉണ്ടെങ്കിലൊക്കെ അത് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ ലൈക്കെങ്കിലും ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. നമ്മളെല്ലാം വീഡിയോസിൽ യൂട്യൂബിലൊക്കെ തുടക്കക്കാരാണ്. ഓക്കെ, താങ്ക് യു, ബൈ.